സുഹൃത്തുക്കളെ, സങ്കടപ്പെടുത്താൻ ഇനി ദൈവം ഈ നക്ഷത്രക്കാരെ അനുവദിക്കുകയില്ല. ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകും. ഇവർ ജീവിതത്തിന്റെ നല്ല കാര്യങ്ങൾ അനുഭവിക്കും. രാജയോഗ ആളുകാർക്ക് ഇനി സന്തോഷത്തിന്റെ നാളുകളാണ്. കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ രാജകീയ സുഖസൗകര്യങ്ങളും സന്തോഷവുമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ലഭിക്കുന്നു. ഈശ്വരാധീനം പല ഘടകങ്ങളും അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സാഹചര്യം. വ്യാഴത്തെ കൊണ്ട് ഈശ്വരാധീനം ചിന്തിക്കുന്നു. സുഖസൗകര്യങ്ങൾ, ആഡംബര ജീവിതം, വിവാഹം, ദാമ്പത്യ സൗഖ്യം ഇവയ്ക്ക് ശുക്രനാൽ ചിന്തനം ചെയ്യുന്നു. വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിന്റെ കറുത്ത അധ്യായങ്ങൾ മറികടക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ഉപാസനാ ശക്തിയായ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിനും കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ദുഃഖിക്കാൻ ഇടവരുത്തില്ല ഈ നക്ഷത്രക്കാരെ ദൈവം. ഇവരെ കൈപിടിച്ചുയർത്തും. ആ നക്ഷത്രക്കാരിൽ ഭാഗ്യം സിദ്ധിക്കുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ്. ഇവർക്ക് പ്രവർത്തന മികവ് ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അസ്വസ്ഥമായ മനസ്സ് സ്വസ്ഥമാകുന്നു. സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ഇവർക്ക് വന്നു ചേരും. തുടക്കം വളരെ സമ്പന്നമാകുന്ന അവസ്ഥകൾ. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കൈപ്പേറിയ ദുരിതങ്ങളും അനുഭവങ്ങളും ഒക്കെ അനുകൂലമായിക്കൊണ്ട് തന്നെ ജീവിതം നേട്ടത്തിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരേ തോതിൽ തന്നെ വന്നെത്തും. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വലിയ മാറ്റങ്ങൾ, വലിയ ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി എന്നുവേണ്ട ഇവർ ആഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് വലിയ വലിയ സംഭവങ്ങളായി അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യം ശ്രദ്ധിക്കുന്ന അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിനെ കൊടുമ്പിരിക്കൊള്ളുന്ന അവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക. അടുത്ത നക്ഷത്രം കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ ഉയർച്ചയെ കണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെടുത്തുന്ന അവസ്ഥ, ഞെട്ടിത്തിരിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം ഇവരെ കടാക്ഷിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോകും. വലിയ മാറ്റങ്ങൾ, വലിയ നേട്ടങ്ങൾ, ഉയർച്ചകൾ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് മുതൽക്കൂട്ടാകുന്ന അവസരമാണ് ഇനി മുതൽ സംഭവിക്കുക. വലിയ മാറ്റത്തിലേക്ക് ഈ നക്ഷത്രക്കാർ പൊടുന്നനെ തന്നെ എത്തുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇവർ ദുഃഖങ്ങൾ മറക്കുന്ന സാഹചര്യങ്ങൾ, അതിലൂടെ ഇവർക്ക് സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ, അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം മകീരമാണ്. മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലുണ്ടായിരുന്ന ഭാഗ്യം അത് ഇരട്ടിക്കാൻ പോവുകയാണ്. കഷ്ടപ്പാടുകൾ ഇനി ഇവരുടെ ഭാഗത്തു നിന്നും മാറുന്നു. ഇവർക്കെല്ലാം എളുപ്പത്തിൽ സംഭവിക്കുന്ന, അതായത് വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സാദൃശ്യമാകുന്ന രാജകീയ യോഗത്തോടുകൂടി ജീവിതം സമ്പന്നതയിലേക്ക് എത്താൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ വന്നെത്തും. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിനും വലിയ നേട്ടത്തോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്നതിനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആവോളം ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുന്ന മൂലം ഇവർക്ക് ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർ നല്ല രീതിയിൽ പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. അതിന് ക്ഷേത്ര ദർശനം നടത്തണം. വഴിപാടുകൾ സമർപ്പിച്ച് ജീവിതത്തിലുണ്ടായിരുന്ന അനുകൂലമായ അവസ്ഥകളെ പൂർണ്ണ തോതിൽ അനുഭവിക്കാനുള്ള യോഗം ഇവർ സൃഷ്ടിച്ചെടുക്കണം. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് മാനസിക ഗുണം വന്നു ചേരുന്നു. നേട്ടങ്ങളുടെ ഒരു നീണ്ട നില തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതിലൂടെ ജീവിതത്തിലുണ്ടായിരുന്ന മോശപ്പെട്ട അവസ്ഥകളെ തരണം ചെയ്ത് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ ഇവർക്ക് അന്യമാകുന്നു. സന്തോഷത്തിന്റെ കാലഘട്ടം ഇവർക്ക് സാധ്യമാകുന്നു. ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഉന്നതിയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വേണ്ടുവോളം ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. ദൈവാധീനം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ദുഃഖങ്ങൾ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. അതിന് ഇവരോടൊപ്പം ഈശ്വരന്റെ കൂട്ടുണ്ടാകും. ഉപേക്ഷ വിചാരിക്കാതെ ഇവർ ലഭിക്കുന്ന അവസരത്തിൽ വരുത്തി മുന്നോട്ട് പോകണം. അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ
മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും എന്നുവേണ്ട ജീവിതത്തിലുണ്ടായിരുന്ന വളരെ അനുകൂലമായ സുവിശേഷം ഇവർക്ക് വന്നു ചേരും. വലിയ നേട്ടങ്ങൾ, ഉയർച്ചകൾ, മുന്നേറ്റങ്ങൾ ഒക്കെ ഇവർക്ക് കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെ അനുകൂലമായ സുവിശേഷം വന്നു ചേരും. വലിയ നേട്ടത്തോടുകൂടി നക്ഷത്രക്കാർ കുതിച്ചു വരും. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന ഭാഗ്യം എന്നുവേണ്ട ജീവിതത്തിലുണ്ടായിരുന്ന നല്ല നാളുകൾ ഇവർക്ക് തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതിലൂടെ ജീവിതം ഉന്നതിയിലെത്താനുള്ള അവസരങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, പ്രവർത്തന മികവ്, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ലഭിക്കുന്ന അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ലഭിക്കുക. അതിലൂടെ ജീവിതം സമ്പന്നതയിലേക്കും കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേരും. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ ലഭിക്കുന്ന, വിലപിടിപ്പുള്ള വസ്തുക്കൾ വന്നു ചേരുന്ന, ആഡംബരപൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സുവിശേഷത്തിലൂടെ സാധ്യമാകും. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജീവിതം നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കും. ഇവരുടെ സങ്കല്പം, പ്രാർത്ഥന, ഈശ്വര ആരാധന, ഇതിലൂടെ ഇവർക്ക് മാനസികമായി മാത്രമല്ല അവരുടെ ചുറ്റുപാടും വളരെ അനുകൂലമായി കൊണ്ട് തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, മികച്ച മുന്നേറ്റങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധി, നേട്ടങ്ങളുടെ ഒരു നീണ്ട തരം തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. വലിയ ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി എന്നുവേണ്ട ജീവിതം സ്വപ്നം കാണാൻ സാധിക്കുന്ന രീതിയിലേക്ക് വലിയ നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ കടാക്ഷമുണ്ട്. രാജയോഗം തന്നെയാണ്. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു കാണുന്ന സാഹചര്യം. ഇവർക്ക് താഴ്ചകളില്ല. ഇനി മുതൽ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുന്ന അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്കും ഉയർച്ച ലഭിക്കുന്ന, വളരെ അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന, ദുഃഖങ്ങൾ മറികടക്കാൻ സാധിക്കുന്ന, ജീവിത സൗഖ്യം ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. കരുത്തുറ്റ ജീവിതം നയിക്കാൻ സാധിക്കുന്നു. ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ പോകുന്നു. എത്ര തന്നെ താഴ്ചകൾ വന്നാലും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടതകൾ, അതിനെയൊക്കെ മറികടക്കാൻ ഇവർക്ക് അസാമാന്യ പാഠവും ഉണ്ടാകും. അതിനുള്ള അനുകൂലമായ സുവിശേഷം വന്നു ചേർന്നു. മികച്ച മുന്നേറ്റത്തോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചേരും. സാമ്പത്തിക അഭിവൃദ്ധി എന്ന് വേണ്ട ജീവിതത്തിലുണ്ടായിരുന്ന സമസ്ത മേഖലകളിലും ഉയർന്ന ഭാഗ്യം, സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന ജീവിത വ്യവസ്ഥകൾ ഒക്കെ ഇവർക്ക് ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം പുരുട്ടാതിയാണ്. പുരുട്ടാതി നക്ഷത്രക്കാർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നു. അതിലൂടെ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മികച്ച നേട്ടത്തോടുകൂടി സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കും. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സമ്പന്ന പദവിയിലേക്ക് എത്താൻ സാധിക്കുന്നു. നഷ്ടങ്ങൾ മറികടക്കാൻ സാധിക്കുന്നു. ഇവർ പ്രത്യാശയുടെ നല്ല സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നു. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് പ്രാർത്ഥനകൾ സഫലമാകുന്ന സാഹചര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്നു. ഈശ്വരാനുഗ്രഹത്തോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസ്ഥകളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന വളരെ അനുകൂലമായ സുവിശേഷം വലിയ തോതിലുള്ള നേട്ടത്തിലേക്ക് ഇവരെ നയിക്കും. അതിനുവേണ്ടത് ഇവർ ക്ഷേത്ര ദർശനം നടത്തണം, വഴിപാടുകൾ സമർപ്പിക്കണം. പ്രത്യേകിച്ചും യഥാശക്തി വഴിപാടുകൾ, നവഗ്രഹ ദോഷ ശാന്തിക്ക് വേണ്ടി നവഗ്രഹ പൂജ ചെയ്യണം. അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപായസ നിവേദ്യം സമർപ്പിക്കണം. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ഒറ്റയപ്പം ഇവയ്ക്ക് സമർപ്പിക്കണം. അതിലൂടെ ജീവിതത്തിലുണ്ടായിരുന്ന കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ മാറി വലിയ നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.